അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 18-ാം ജുസ്, അധ്യായം 24, സൂറത്തുൻ നൂർ, 30-31 ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ذلك أزكى لهم إن الله خبير بما يصنعون. നബിയെ, സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാത്തുകൊള്ളുവാനും പറയുക. അത് അവർക്ക് വളരെ വെടിപ്പായിട്ടുള്ളതാകുന്നു. നിശ്ചയമായും അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. وَقُلْ لِلْمُؤْمِنَاتِ يَغْضُضْنَ مِنْ أَبْصَارِهِنَّ وَيَحْفَظْنَ فُرُوجَهُنَّ وَلَا يُبْدِينَ زِينَتَهُنَّ إِلَّا مَا ظَهَرَ مِنْهَا وَلْيَضْرِبْنَ بِخُمُرِهِنَّ عَلَى جُيُوبِهِنَّ ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو آباء بعولتهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن. وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. സത്യവിശ്വാസികളായ സ്ത്രീകളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാത്തുകൊള്ളുവാനും അവരുടെ ഭംഗി അതിൽ നിന്ന് പ്രത്യക്ഷമാകുന്നതല്ലാതെ വെളിപ്പെടുത്താതിരിക്കുവാനും പറയുക. അവർ തങ്ങളുടെ മക്കനകൾ, അതായത് ശിരോവസ്ത്രങ്ങൾ, അവരുടെ മാർവിടങ്ങളിൽ കൂടി ആക്കിക്കൊള്ളുകയും ചെയ്യട്ടെ. അവർ തങ്ങളുടെ ഭംഗി, അതായത് താഴെ പറയുന്നവർക്കല്ലാതെ വെളിപ്പെടുത്തുകയും ചെയ്യരുത്. അവരുടെ ഭർത്താക്കൾക്കോ പിതാക്കൾക്കോ ഭർത്താക്കളുടെ പിതാക്കൾക്കോ തങ്ങളുടെ പുത്രന്മാർക്കോ ഭർത്താക്കളുടെ പുത്രന്മാർക്കോ സഹോദരന്മാർക്കോ സഹോദരന്മാരുടെ പുത്രന്മാർക്കോ സഹോദരികളുടെ പുത്രന്മാർക്കോ തങ്ങളുടെ സ്ത്രീകൾക്കോ തങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ളവർക്കോ പുരുഷന്മാരിൽ നിന്ന്, അതായത് ലൈംഗിക മോഹമില്ലാത്ത അനുചരന്മാർക്കോ സ്ത്രീ രഹസ്യങ്ങളെപ്പറ്റി മനസ്സിലായിട്ടില്ലാത്ത കുട്ടികൾക്കോ അല്ലാതെ തങ്ങളുടെ അലങ്കാരത്തിൽ നിന്ന് മറച്ചുവെക്കുന്നത് അറിയപ്പെടുവാൻ വേണ്ടി അവർ തങ്ങളുടെ കാലുകൾ പൊട്ടുകയും ചെയ്യരുത്. നിങ്ങളെല്ലാവരും
ഹേ സത്യവിശ്വാസികളെ, അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിക്കുവിൻ, നിങ്ങൾക്ക് വിജയം ലഭിച്ചേക്കാം. അനാവശ്യത്തിലേക്കും അനുവദനീയമല്ലാത്തതിലേക്കും നോക്കാതിരിക്കുക. പ്രഥമ നോട്ടത്തിൽ തനിക്ക് കാണുവാൻ പാടില്ലാത്ത ആളോ വസ്തുവോ ആണെന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ പിന്നീട് തുടർന്നുകൊണ്ട് നോക്കാതിരിക്കുക എന്നൊക്കെയാണ് ദൃഷ്ടി താഴ്ത്തുക, വദ്ദുൽ ബസ്വർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യം. അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറയുന്നു, പെട്ടെന്നുള്ള, അതായത് അവിചാരിതമായ നോട്ടത്തെപ്പറ്റി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് എൻ്റെ ദൃഷ്ടിയെ തിരിച്ചുകൊള്ളുവാൻ കൽപ്പിക്കുകയാണ് ചെയ്തത്. മുസ്ലിം. അലി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായി അബൂദാവൂദ് ഉദ്ധരിക്കുന്നു: അലി, നോക്കിയതിനെ തുടർന്ന് പിന്നെയും നീ നോക്കരുത്. കാരണം ആദ്യത്തേത് നിനക്കാവാം, പിന്നത്തേത് നിനക്ക് പാടില്ല. യാ അലി ലാ തത്തബിഉൻ നദ്റത ഫഇന്ന ലകൽ ഊലാ വലൈസ ലകൽ ആഖിറ. അബൂദാവൂദ്. നോട്ടത്തെ നിയന്ത്രിക്കുവാൻ പറയുന്നതോടൊപ്പം ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുവാനും കൂടി കൽപ്പിച്ചിട്ടുള്ളത് ശ്രദ്ധേയമാകുന്നു. നോട്ടത്തിൽ നിന്നാണ് വ്യഭിചാരത്തിന് പ്രചോദനമുണ്ടായിത്തീരുന്നതെന്നും വ്യഭിചാരത്തിലേക്ക് വഴിവെക്കുന്ന ഏത് കാര്യവും കാത്തുകൊള്ളേണ്ടതുണ്ടെന്നും അതിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇപ്രകാരം ഉദ്ധരിക്കുന്നു: കണ്ണുകളുടെ വ്യഭിചാരം നോട്ടമാകുന്നു, കാതുകളുടെ വ്യഭിചാരം ചെവി കൊടുക്കലാണ്, നാവിന്റെ വ്യഭിചാരം സംസാരമാകുന്നു, കയ്യിന്റെ വ്യഭിചാരം പിടിക്കലാണ്, കാലിന്റെ വ്യഭിചാരം കാലടി വെക്കലാണ്. ഹൃദയം മോഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഗുഹ്യസ്ഥാനം അതിനെ യഥാർത്ഥമാക്കി തീർക്കുകയോ അല്ലെങ്കിൽ കളവാക്കുകയോ ചെയ്യുന്നു. റവാഹു മുസ്ലിം വൽ ബുഖാരി നഹ്വ. വികാര വിചാരങ്ങളോടുകൂടി സംസാരിക്കുന്നതും സംസാരം കേൾക്കുന്നതുമെല്ലാം തന്നെ സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ദൃഷ്ടിയെ നിയന്ത്രിക്കണമെന്ന് പുരുഷന്മാരോടും സ്ത്രീകളോടും വെവ്വേറെ കൽപ്പിച്ചതും പ്രത്യേകം ശ്രദ്ധേയമാകുന്നു. ഏതൊരു കാരണത്തെ മുൻനിർത്തിയാണോ നോട്ടം നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അക്കാര്യത്തിൽ സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ലല്ലോ. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അന്ധനായ ഒരു സ്വഹാബിയായിരുന്നു. അദ്ദേഹം കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ പത്നിമാരായ ഉമ്മു സൽമ റളിയല്ലാഹു അൻഹായോടും മൈമൂന റളിയല്ലാഹു അൻഹായോടും മാറി നിൽക്കുവാൻ തിരുമേനി കൽപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അന്ധനല്ലേ, ഞങ്ങളെ കാണുകയില്ലല്ലോ എന്നവർ പറഞ്ഞപ്പോൾ തിരുമേനി ഇപ്രകാരമാണ് അവരോട് പറഞ്ഞത്: എന്നാൽ നിങ്ങൾ രണ്ടുപേരും അന്ധകളാണോ? നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലേ? അബൂദാവൂദ്, തിർമിദി. നോട്ടം മുതലായ കാര്യങ്ങൾ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് മാത്രം വിരോധിക്കപ്പെട്ടതായും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുരുഷന്മാരെ നോക്കുന്നതിനും മറ്റും വിരോധമില്ലെന്നും ഒരു ധാരണ മിക്കവരിലും കടന്നുകൂടിയതായി കാണാം. ഇത് തീരെ അബദ്ധമാണെന്നും ലൈംഗിക നിയന്ത്രണാർത്ഥം നിയമിക്കപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീയും പുരുഷനും സമമാണെന്നും ഈ ഖുർആൻ വചനങ്ങളിൽ നിന്നും നബി വചനങ്ങളിൽ നിന്നും സ്പഷ്ടമാകുന്നു. വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ. അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമാകുന്നതല്ലാതെ വെളിവാക്കരുത് എന്ന് പറഞ്ഞുവല്ലോ. സീനത്ത് എന്ന പദത്തിനാണ് ഭംഗി എന്ന് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. ഈ പദത്തിന് സൗന്ദര്യം, അലങ്കാരം, ഭംഗി, അഴക് എന്നൊക്കെ അർത്ഥം പറയാം. ശാരീരികമായ ഭംഗി മാത്രമല്ല, ആഭരണം, സുറുമ, ചായം മുതലായ ഉപകരണങ്ങൾ മൂലമോ വസ്ത്രാലങ്കാരങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന ഭംഗിയും ഇതിൽ ഉൾപ്പെടുമെന്നത്രേ ആയത്തിന്റെ നാനാവശങ്ങളും നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. കുപ്പായത്തിന്റെ മാർവിടത്തിൽ കൂടി പ്രത്യക്ഷപ്പെടുന്ന ഭാഗവും കഴുത്തും തോൾ, മുടി എന്നിവയും കാണപ്പെടാതിരിക്കുവാനായി മാർവിടത്തിൽ കൂടി തലമക്കന തൂക്കിയിടണം. വൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ഭാഗങ്ങൾ സീനത്തിൽ ഉൾപ്പെട്ടതാണെന്ന് വ്യക്തമാകുന്നു. കാലിൽ ധരിക്കുന്ന തള മുതലായ ആഭരണങ്ങളുടെ കിലുക്കം കേൾക്കുവാൻ വേണ്ടി കാൽ കൊട്ടരുത്. വലാ യദ്രിബ്ന ബി അർജുലിഹിന്ന എന്ന് പറയുമ്പോൾ ആഭരണത്തിലും സീനത്തുണ്ടെന്ന് വന്നു. നമസ്കാര വേളയിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കുവാനും മറ്റും ഉപദേശിച്ചുകൊണ്ട് എല്ലാ നമസ്കാര വേളയിലും നിങ്ങൾ നിങ്ങളുടെ സീനത്ത് എടുത്തുകൊള്ളണം. ഖുദു സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ് എന്നാണ് ഒരിടത്ത് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്.
ഇതിൽ നിന്നെല്ലാം ഈ സംഗതി ശരിക്കും മനസ്സിലാക്കാമല്ലോ. ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമാകുന്ന ഭാഗം മാ ലൊഹറ മിൻഹ വെളിവാക്കുന്നതിന് വിരോധമില്ലെന്ന് ആയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതാണ് ഈ ഭാഗം? പലരും പല വിധത്തിൽ ഇത് വ്യാഖ്യാനിക്കാറുണ്ടെങ്കിലും ആയത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നതും പ്രസ്തുത വ്യാഖ്യാനങ്ങളുടെ ആകെ സാരവും മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ സാധാരണ നിലക്ക് മറക്കുവാൻ പ്രയാസപ്പെട്ട ഭാഗങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് കാണാം. നടക്കുമ്പോഴും ജോലികൾ എടുക്കുമ്പോഴുമെല്ലാം മുൻകൈകളും മുഖവും മറക്കുന്നത് വിഷമമാണെന്ന് പറയേണ്ടതില്ല. ഇതുകൊണ്ടാണ് മിക്ക പണ്ഡിതന്മാരും ഇവിടെ കൈപ്പടങ്ങളും മുഖവും ഒഴികെ എന്ന് വ്യാഖ്യാനം നൽകുന്നത്. സ്ത്രീക്ക് പ്രായപൂർത്തി വന്നാൽ പിന്നെ അവളുടെ മുൻകൈകളും മുഖവുമല്ലാതെ വെളിപ്പെടുത്തുന്നത് നന്നല്ലെന്ന് കാണിക്കുന്ന ഒരു നബിവചനം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുള്ളതും ഇവിടെ പ്രസ്താവ്യമാകുന്നു. സ്വഹാബികളും താബിഈകളുമായ പല മഹാന്മാരിൽ നിന്നും മേപ്പടി വ്യാഖ്യാനം നിവേദനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഏതായാലും മറക്കുവാൻ വിഷമമില്ലാത്ത തള, വള, അരഞ്ഞാൺ, കണ്ഠാഭരണങ്ങൾ മുതലായവ അന്യപുരുഷന്മാർക്കിടയിൽ വെളിപ്പെടുത്തുന്നതും സൗന്ദര്യത്തെ ദ്വിഗുണീകരിച്ച് കാണിക്കുകയോ ശരീരാകൃതിയെ ചിത്രീകരിച്ച് കാണിക്കുകയോ ചെയ്യുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് പുരുഷന്മാർക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നതും പാടില്ലാത്തതാകുന്നു. ശരീരം കണ്ടാൽ ഒരുപക്ഷെ അറപ്പ് തോന്നിപ്പോയേക്കുന്ന സ്ത്രീകൾ വസ്ത്രാഭരണങ്ങൾ മൂലം കാമ്യമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന വസ്തുത ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് 60-ാം വചനത്തിൽ വരുന്നതുപോലെ കിഴവികളായ സ്ത്രീകൾ പോലും അവരുടെ ഭംഗികളെ വെളിപ്പെടുത്താതെ മറക്കുകയാണ് നല്ലതെന്ന് അള്ളാഹു പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മേൽപ്പറഞ്ഞ എല്ലാത്തരം ഭംഗികളെയും മറക്കുവാൻ വേണ്ടിയാണ് സ്ത്രീകൾ അന്യർക്കിടയിൽ പ്രവേശിക്കുമ്പോൾ ജിൽബാബ്, അതായത് ശരീരം പൊതുവിൽ മറക്കുന്ന വലിയ വസ്ത്രം ധരിക്കണമെന്നും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി സൂറത്ത് അഹ്സാബ് 59 കൂടുതൽ വിവരം കാണാം ഇൻഷാ അല്ലാഹ്. ഏതെങ്കിലും ന്യായത്തെയോ വ്യാഖ്യാനത്തെയോ അടിസ്ഥാനമാക്കി പർദാ നിയമത്തിൽ നിന്ന് കഴിയുന്നതും ഒഴിഞ്ഞുമാറുവാൻ ശ്രമിക്കുന്നതിന് പകരം ഖുർആന്റെയും ഹദീസിന്റെയും വ്യക്തമായ താൽപര്യങ്ങളെ കഴിവതും നടപ്പിൽ വരുത്തുവാൻ ശ്രമിക്കുകയാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്. ഖുർആൻ വചനം അവതരിച്ച് വർത്തമാനം അറിയേണ്ടുന്ന താമസം മാത്രം അപ്പോഴേക്കും മുഹാജിറുകളായ സ്ത്രീകൾ അവരുടെ വസ്ത്രങ്ങൾ എടുത്ത് കീറലുണ്ടാക്കി മുഖമക്കനയായി ഉപയോഗിച്ചിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവരെപ്പറ്റി പ്രശംസിച്ചു പറയുകയുണ്ടായിട്ടുണ്ട്. റവാഹുൽ ബുഖാരി വഗൈറുഹു. നേരെ മറിച്ച് ഇന്ന് നമ്മുടെ നിലയോ മുഖമക്കന ധരിക്കുന്നത് തന്നെ പലർക്കും ഒരു പോരായ്മയായി തീർന്നിരിക്കുകയാണ്. വേറൊരു വശത്ത് അവരെ കൊണ്ട് അത് വർജിപ്പിക്കുവാനുള്ള ന്യായവാദങ്ങളും സംരംഭങ്ങളും നടമാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സ്ത്രീകളുടെ ഭംഗി കാണിക്കപ്പെടുന്നതിന് വിരോധമില്ലാത്തവരുടെ കൂട്ടത്തിൽ ഒന്നാമത്തേത് ഭർത്താക്കൾ തന്നെ. വാസ്തവത്തിൽ സ്ത്രീകളുടെ എല്ലാത്തരം ഭംഗിയും ഭർത്താക്കൾക്ക് കാണുവാൻ വേണ്ടിയുള്ളതാണ്. എന്നിരിക്കെ ഭാര്യ ഭർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രത്യേക നിബന്ധനകളൊന്നും പറയേണ്ടതായിട്ടില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ല മുതലായ പല മഹാന്മാരും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്: ഇഹ്ഫദ് ഔറതക ഇല്ലാ മിൻ സൗജതിക ഔ മാ മലകത് യമീനുക. നിന്റെ ഭാര്യയോ നിന്റെ അടിമ സ്ത്രീയോ അല്ലാത്തവരിൽ നിന്ന് നിന്റെ ഔറത്ത് ഗോപ്യസ്ഥാനം സൂക്ഷിച്ചുകൊള്ളുക. പിതാക്കൾ തുടങ്ങി സഹോദരി പുത്രന്മാർ വരേക്കും ആയത്തിൽ പ്രസ്താവിക്കപ്പെട്ടവരെല്ലാം മഹാരിം, വിവാഹബന്ധം പാടില്ലാത്ത ബന്ധുകുടുംബങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരാകുന്നു. ഇവരാകട്ടെ അല്പം ചില നിബന്ധനകൾക്ക് വിധേയരാകുന്നു. മുട്ടുകാൽ മുതൽ പൊക്കിൾ വരെയുള്ള ഭാഗങ്ങൾ ഇവരിൽ നിന്നും മറക്കേണ്ടതുണ്ട്. ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തതാകുന്നു. സ്വഭാവ ദൂഷ്യം കൊണ്ടോ മറ്റോ ഇവരിൽ ഏതെങ്കിലും ആളുകളെ കുറിച്ച് വല്ല ആശങ്കക്കും അവകാശമുണ്ടെങ്കിലല്ലാതെ ഇവരിൽ നിന്ന് സ്ത്രീകൾ അകന്നു നിൽക്കുകയോ സൗന്ദര്യാലങ്കാരങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യേണ്ടതില്ല. പിതൃവ്യനും, അതായത് എളാപ്പയും മൂത്താപ്പയും അമ്മാവനും ആയത്തിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും അവർ പർദ്ദയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരാണെന്ന് ഹദീസുകളാൽ അറിയപ്പെട്ടതാകുന്നു. മാതാപിതാക്കളുടെ സ്ഥാനം കൽപ്പിക്കപ്പെടുന്നവരാണല്ലോ അവർ. സഹോദര സഹോദരിമാരുടെ മക്കളെ പർദ്ദയിൽ നിന്ന് ഒഴിവാക്കിയ സ്ഥിതിക്ക് ഈ രണ്ട് കൂട്ടരെ പറ്റി എടുത്തു പറയാതെ തന്നെ കാര്യം മനസ്സിലാക്കാവുന്നതാണ്. ഒഴിവാക്കപ്പെട്ടവരിൽ തങ്ങളുടെ സ്ത്രീകൾ,
ഔ നിസാഇഹിന്ന എന്ന് പറഞ്ഞത് മുസ്ലിം സ്ത്രീകളെ ഉദ്ദേശിച്ചാണെന്നാണ് മുൻഗാമികളായ പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും പ്രസ്താവിച്ചിട്ടുള്ളത്. മറ്റു പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എല്ലാ സ്ത്രീകളും, മുസ്ലിം സ്ത്രീകളും അല്ലാത്തവരും അതിൽ ഉൾപ്പെടുമെന്നാണ്. അല്ലാഹു ആലം. കൂടുതൽ സൂക്ഷ്മത ഒന്നാമത്തെ അഭിപ്രായം പാലിക്കുന്നതിലാണെന്ന് പറയേണ്ടതില്ല. ഇതനുസരിച്ച് വിമതസ്ഥരായ സ്ത്രീകളിൽ നിന്ന് മുസ്ലിം സ്ത്രീകൾ തങ്ങളുടെ ഭംഗിയെ മറച്ചുവെക്കേണ്ടതാകുന്നു. സ്ത്രീകളുമായി അടുത്ത് പെരുമാറി അവരുടെ സ്ഥിതിഗതികളെയും സൗന്ദര്യത്തെയും കുറിച്ച് അന്യപുരുഷന്മാരെ അറിയിക്കുവാനും മറ്റും ഇടവന്നേക്കുമെന്നതാണ് വിമതസ്ഥരായ സ്ത്രീകളെ സംബന്ധിച്ച് പർദ്ദ ബാധകമാണെന്ന് പറയുന്നതിൻ്റെ രഹസ്യം. ഈ ന്യായം മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചും പറയാമെങ്കിലും സത്യവിശ്വാസിനികളായ സ്ത്രീകൾക്ക് ഇത്തരം കൃത്യങ്ങൾ വിരോധിക്കപ്പെട്ടതാണെന്ന ബോധം ഉണ്ടായിരിക്കുമല്ലോ. പ്രസ്തുത ബോധമില്ലാത്തവരാണെന്ന് കാണപ്പെടുന്ന മുസ്ലിം സ്ത്രീകളെയും സൂക്ഷിക്കേണ്ടതുണ്ട് താനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു: ലാ തുബാശിറുൽ മർഅതു അൽ മർഅത ഖൻഅതഹാ ലിസൗജിഹാ കഅന്നഹു യൻദുറു ഇലൈഹാ. മുത്തഫിഖുൻ അലൈഹി. സാരം, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുമായി അടുത്തിടപെട്ട് അവൾ തന്റെ ഭർത്താവിന് അവളെപ്പറ്റി അവൻ അവളെ നോക്കി മനസ്സിലാക്കുന്നത് പോലെ വിവരിച്ചു കൊടുക്കരുത്. ബുഖാരി, മുസ്ലിം. ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹക്ക് എഴുതിയ ഒരെഴുത്തിൽ ഇപ്രകാരം ഉണ്ടായിരുന്നതായി നിവേദനം ചെയ്യപ്പെടുന്നു: നിങ്ങളുടെ ആ ഭാഗത്ത് ഷിർക്കിന്റെ ആൾക്കാരിൽപ്പെട്ട സ്ത്രീകൾ മുസ്ലിം സ്ത്രീകളൊന്നിച്ച് കുളിപ്പുരയിൽ പ്രവേശിക്കുന്നതായി എനിക്ക് വിവരം കിട്ടിയിരിക്കുന്നു. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീ അവളുടെ ഔറത്ത്, അതായത് മറക്കേണ്ടുന്ന സ്ഥാനം, അവളുടെ മതക്കാർക്കല്ലാതെ കാണുവാൻ അനുവദിച്ചു കൂടാത്തതാണ്. ഹക്കാഹു ഇബ്നു കസീർ അൻ സഈദ് ഇബ്നു മൻസൂർ ഫീ സുനനിഹി. താബിഈങ്ങളിൽപ്പെട്ട മുജാഹിദ് റഹിമഹുല്ല മുതലായവരിൽ നിന്നും അമുസ്ലിം സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾ തങ്ങളുടെ സൗന്ദര്യം കാണിച്ചുകൂടാത്തതാണെന്ന് കാണിക്കുന്ന റിവായത്തുകൾ കാണാം. മാ മലക്കത്ത് ഐമാനുഹുന്ന, വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ എന്ന് പറഞ്ഞത് അടിമകളെ പറ്റിയാകുന്നു. ഈ പ്രയോഗത്തെക്കുറിച്ച് സൂറത്തുൽ മുഅ്മിനൂൻ 6 വിവരണത്തിലും അതിനുശേഷമുള്ള 2 വ്യാഖ്യാനക്കുറിപ്പിലും പ്രസ്താവിച്ചത് ഇവിടെ ഓർക്കുക. വാർദ്ധക്യം നിമിത്തമോ ശാരീരികമോ മാനസികമോ ആയ കാരണങ്ങൾ കൊണ്ടോ വികാര വിചാരങ്ങളില്ലാത്തവരും എന്തെങ്കിലും ഭക്ഷണ സാധനമോ മറ്റോ കിട്ടിയതുകൊണ്ട് തൃപ്തിയടയുന്ന ഭൃത്യന്മാർ മുതലായവരുമാണ്. അത്താബിഈന ഗൈറു ഉലിൽ ഇർബ, ലൈംഗിക മോഹമില്ലാത്ത അനുചരന്മാർ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ലൈംഗിക കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവും താല്പര്യവും എത്തിക്കഴിഞ്ഞിട്ടില്ലാത്ത കുട്ടികളാണ് അവസാനമായി ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവർ. ഇവരെല്ലാം ഒഴിവാക്കപ്പെട്ടതിൽ അന്തർഭവിച്ച തത്വം സ്പഷ്ടമാണല്ലോ. അവിചാരിതമായോ സൂക്ഷ്മക്കുറവ് കൊണ്ടോ ഇരുഭാഗത്തു നിന്നും ഉണ്ടായേക്കുന്ന ക്രമക്കേടുകളെ പൊതുവായും കൽപ്പിച്ചുകൂട്ടി ചെയ്യുന്ന തെറ്റുകളെ പ്രത്യേകിച്ചും സൂക്ഷിക്കണമെന്ന് ആദ്യത്തെ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തി. 2ാമത്തെ ആയത്തിന്റെ അന്ത്യത്തിൽ അവയിൽ നിന്നെല്ലാം ഖേദിച്ചു മടങ്ങുവാനും പാപമോചനം തേടുവാനും സത്യവിശ്വാസികളെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഉപദേശിക്കുന്നു. ഇങ്ങനെ ചെയ്താൽ വിജയം കൈവരുമെന്ന് ഉണർത്തുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം എത്ര മഹത്തായത്! ചാരിത്ര്യ ശുദ്ധിക്ക് ഭംഗം വരുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ച ശേഷം ചാരിത്ര്യ സംരക്ഷണത്തിനും സമുദായത്തിന്റെ നിലനിൽപ്പിനും ഏകമാർഗമായ വിവാഹത്തിലേക്ക് അടുത്ത വചനം സത്യവിശ്വാസികളെ ക്ഷണിക്കുന്നു.